ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ, സ്വാഗതം പെടോ കുഞ്ഞിക്കള്ളോ, സ്വാഗതം പെടോ. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ മൂക്കിൻ്റെ തുമ്പത്ത് ഇതേ ചെറിയൊരു മുറിവുണ്ട് കേട്ടോ. മാന്തി പറിച്ചാണോ? അമ്മ മാന്തിയതാണോ? മൂക്കിൻ്റെ തുമ്പത്തുണ്ട്, കണ്ണിലുണ്ട്. ഇതാര് മാന്തി പറിച്ചതാ? മാളു മാന്തിയാ? മാളു മാന്തിയാ? മാളു മാന്തിയതാണ് കേട്ടോ. ബാങ്ക് വിളിക്കുന്നുണ്ട് കഴിയട്ടെ. ചേട്ടൻ അങ്ങനെ വയനാട്ടിലാണ്. മാളു ചേച്ചി മാത്രമേ ഉള്ളൂ. ഇതേ ചേച്ചി പെണ്ണ് നിൽക്കുന്നു. അവിടെ ഒരു ചാക്കാണ്. ഇതിന് തിരിഞ്ഞു പോന്ന് നാണം നോക്ക. മാളൊരു നാണം വന്നു. മാളു ഇന്നോട്ട് വീഡിയോയിലെല്ലാം വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണേ. ഇതേ കാണുന്നില്ലേ? മാളു പോയി എഴുതട്ടേത്. എഴുതാനുണ്ട്. ചെറുതാ, അത്ര സ്ക്രീനുള്ളൂ. പാമ്പേഴ്സാ ചാക്കിൽ വെച്ചേക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേ ഇന്നും ഇങ്ങനെ ഇറങ്ങിയിരിക്കും കേട്ടോ. കണ്ടോ ഈ ചെറുക്കനെ കാണിക്കുന്ന പൂടി, എൻ്റെ കൊച്ച് പൂടി. ഇനിയിപ്പോൾ ആദൂട്ടിൻ്റെ പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാൻ പോകും. ആദൂട്ടി ബിഗ് ബോസ് ആണ്. പെണ്ണിൻ്റെ പരീക്ഷ ആയി കഴിയുമ്പോൾ ബിഗ് ബോസ് ഒക്കെ അങ്ങ് പോകുവേ. പിന്നെ ഫോണായിട്ട് കയ്യിൽ ക്ലാസ് കാണുവാണോ? മൂക്ക് മുറിഞ്ഞിരിക്കുവോ? മൂക്ക് മുറിഞ്ഞ് കാണിച്ചു കൊടുത്തേന്. മൂക്ക് മുടിഞ്ഞിരിക്കുവാന്ന് ചേച്ചി പറയുന്നുണ്ടേ. കുത്തിപ്പൊട്ടിക്കോടോ പെണ്ണേ. മാളു ദേ കോപ്രാഞ്ചം കാണിച്ചോണ്ട് നിപ്പുണ്ട് കേട്ടോ. പോയി ഓടി. അപ്പോൾ വൈകുന്നേരത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ്. ഇനി നമ്മൾ പൂർവാധികം ശക്തിയായിട്ട് വീട്ടിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് വരാൻ പോവാണ് കേട്ടോ. എനിക്കിനി അടുക്കളയിൽ കയറണം. പാത്രങ്ങൾ ഒരുപാട് നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി നിരന്ന് കിടപ്പുണ്ട്. നാളത്തേക്ക് സാമ്പാറിന് ഞുറുക്കി വെക്കണം. ദോശമാവ് ദോശമാവ് ഉണ്ട് കേട്ടോ. ഇച്ചിരി ദോശമാവുണ്ട്. മാളു അതിലേ നടപ്പുണ്ട്. നമുക്ക് മാളു എന്താ പരിപാടി നോക്കാം കേട്ടോ. പെണ്ണെന്താ പരിപാടി നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് ഒന്ന് കയറട്ടെ. കുട്ടി ഞാനും പെരക്കകത്ത് കൂടി കയറി. ഇവിടെ പഠിക്കാൻ വന്നവളെ ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ പഠിക്കാൻ വന്നവളെ ഞങ്ങൾ കാണുന്നില്ല. എവിടെ പോയിന്ന്? ബുക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവളവളുടെ റൂമിലായിരുന്നു. അതെന്താണെന്ന് അറിയത്തില്ലോ. ചെടുക്കാൻ നിരത്ത് പോവും. ചെടുക്കാൻ നിരത്തോ? ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണേ. ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസ് വെച്ച് കൊടുത്താൽ നിനക്ക് ബുദ്ധിമുട്ടാവുമോ? മാളു ബിഗ് ബോസ് വെച്ചാൽ നിനക്ക് ബുദ്ധിമുട്ടാവുമോ? ബിഗ് ബോസ് വെച്ചാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വിഷയം ചേച്ചീൻ്റെ പഠിത്തവും അനിയൻ്റെ ബിഗ് ബോസും. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആരോ വന്ന് വിളിക്കുന്നുണ്ട്. എന്താ ലൈറ്റിട? ഞാൻ വരുവാ. താഹ്ര വന്നിട്ടുണ്ട്. താഹ്രേൻ്റെ അടുത്തേക്ക് പോട്ടെ. രാത്രിയായിട്ടോ. ഞങ്ങൾ രാത്രിയായപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുവാണ്. അല്ലേ ഈ കുഞ്ഞെടുക്കുന്നേ കൊണ്ടേ 10 മണി. എടി സമയം എത്രയായി? 7 മണിയാവും. അയ്യോ കൊച്ചിന്റെ ബിഗ് ബോസ് തുടങ്ങി. ബിഗ് ബോസ് ആദ്യമായിട്ട് ഇച്ചിരി വഴക്കൂടിയപ്പോഴേ ഞാൻ ഇവിടെ ഇറങ്ങി വന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ താഹ്ര വന്നിട്ടുണ്ടായിരുന്നു. താഹ്ര വന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അതെ, മൊത്തം ഇരുട്ടാണ് കേട്ടോ. പിന്നെ രാത്രിയായി ഇരുട്ടല്ലേ ഉണ്ടാവുള്ളൂ. അല്ലേ എൻ്റെ അമ്മയെന്നായിരിക്കും ചിന്തിക്കുന്നത്. ആ കുട്ടിയുടെ ബിഗ് ബോസും ചേച്ചി പെണ്ണിൻ്റെ പഠിത്തവും. എനിക്ക് കുറേ പാത്രം കഴുകുന്നുണ്ട്. അടുക്കളയിലേക്ക് പ്രവേശിക്കണം. വാഷിംഗ് മെഷീൻ തുണി ഇടാനുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. എനിക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഒരുപാട് തുണി ഇടാനുണ്ട്. മെഷീനിൽ തുണി ഇട്ടാൻ കിടക്കാനുണ്ട്. ഇരുട്ടാട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോവേ. പരിപാടിയാണ്. എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? മാളുക്കൊച്ചിന്റെ പുസ്തകം കാണാതെ പോകും കേട്ടോ. ഇന്ന് ഏതാ പോയേക്കുന്നേ? മാത്സ് കിട്ടി. മാളു അവിടെ, ഞാൻ ഇപ്പം അത് നോക്കിക്കൊണ്ട് നിന്നാണേ. മാളു അവിടെ തന്നെ വെക്കും. എന്നിട്ട് പുസ്തകം അമ്മ കാണുന്നില്ലെന്ന് പറയും. എന്നിട്ട് ഞാൻ അന്ന് അടുത്ത് വന്ന് മാളൂര് നിൽക്കണം കേട്ടോ. നിന്ന് കഴിയുമ്പോൾ പിന്നെ മാളൂര് പുസ്തകം നേരെ കയ്യിലേക്ക് വരും. ഞാൻ പൊക്കോട്ടെ. അപ്പം മാളൂന് ഇതേ അവിടെ ഇരുന്ന് കട്ടിലിൻ്റെ പൊക്കത്ത് കയറി ഇരുന്നാണ് പുസ്തകം തപ്പല്. വെട്ടൊഴിക്കുന്ന വാഷിംഗ് മെഷീനിലേ തുണി ഇടാൻ വേണ്ടിയിട്ട് തുണി കുറച്ചിട്ടിട്ട് പൈപ്പ് തിരിച്ചു വെച്ചേക്കുമായിരുന്നേ. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് പാത്രമല്ല, നല്ല രീതിക്ക് പാത്രമുണ്ട് കഴുകാൻ. അത് മൊത്തം കഴുകണം. വൈകുന്നേരത്തെ മേളാങ്കണം. അയ്യോ, ലൈറ്റ് ഓഫ് ആക്കി പോയി. പിന്നെ നമ്മുടെ ആദുക്കുട്ടി ഇത് ആദ്യത്തിനെ ഇവിടെ കിടപ്പുണ്ട്. കാണുന്നില്ലേ? അവിടെ കിടപ്പുണ്ട്. കാണിച്ചു തരാവേ. അവിടെ കിടന്ന് ബിഗ് ബോസ് കാണും കേട്ടോ. പരസ്യമായേ.
ഇതുണ്ടോ നോക്കി കിടക്കും കേട്ടോ. പരസ്യമായപ്പോൾ നിർത്തി വെച്ചാണ്. ഞാൻ സാധാരണ ആദൂട്ടിനെ കസേരയിൽ ഇരുത്തിയാണ് കാണിക്കുന്നത്. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് പണിയുള്ളത് കൊണ്ട് കസേരയിൽ ഇരുത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പം ആദൂട്ടി ഉണ്ടോ ഇതേ കിടന്നിട്ട് അങ്ങനെ കാണുവാണ് കേട്ടോ. ആ ബിഗ് ബോസ് കാണുന്നത് നല്ലതൊന്നും അല്ല. ആ ആ മോഹൻലാൽ മാമൻ്റെ ബാനാവുകയാണോ? ആ ബാനാവുകയെന്നേ. ആ ആ ബിഗ് ബോസ് കാണുവാണോ? ആ ആ ബിഗ് ബോസ് ഇഷ്ടമാണോ? ആ ബിഗ് ബോസ് ഇഷ്ടമാ. പോട്ടെ കേട്ടോ അമ്മ. അങ്ങനെ ഞാനേ മിഷീനിലേക്ക് തുണി ഇട്ടിട്ടുണ്ട്. തുണി ഇതേ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഇനി അലക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അലക്കാൻ ഇട്ടേ. ഉണ്ണിക്കുട്ടൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഇന്നലെ വലിച്ചു വരിയിട്ട് അനിയന് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് ചേച്ചി മാറിക്കൊടുക്കുവാണ്. എന്തിനാ മോന്ത മറച്ചു വെച്ചേക്കുന്നത്? പടി കേട്ടോ. മാളൂനും പടി. മാളൂനെ കാണാത്തതായിട്ട് ആരുമില്ലേ. നഖം കാണുന്നുണ്ട്, നല്ല നഖം. ഇതേതാ മാത്സോ? ആ മാത്സാണ്. അനിയന് ബിഗ് ബോസ് കാണാൻ വേണ്ടി ചേച്ചി മാറിക്കൊടുത്തതാണ്. ഇതുപോലെയുള്ള മക്കളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എക്സാമാണോ? സീനോട്ടോ. വെരി ഗുഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. നല്ല ഡേറ്റ് അല്ലേ. മോള് സീനോട്ട് എഴുതുവാണ് കേട്ടോ. മോളും ഇരുന്ന് എഴുതട്ടെ. നമുക്ക് വീണ്ടും ആദൂട്ടീൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ശരി, ഞങ്ങൾ കഥ അടച്ചേക്കട്ടെ. മാള് തലയായിട്ടുള്ളൂ. മാള് ഉണ്ണീനെ പോലെ ബളബളോ വർത്താനം പറയില്ലേ. ബിഗ് ബോസ് തുടങ്ങി തോന്നുന്നു. തുടങ്ങിയാ അമ്പാ. ഇത് കണ്ടോ എല്ലാവരും കണ്ടോ? പരസ്യം കഴിഞ്ഞേന് എന്നെ വിളിച്ചതാണ്. പരസ്യം കഴിഞ്ഞാ അമ്മ വെച്ച് തരട്ടെന്നാലേ. അങ്ങനെ കടന്നിട്ട് പൊന്തിച്ച് നോക്കൂ കേട്ടോ. അപ്പം എൻ്റെ കുട്ടിക്ക് വെച്ച് കൊടുക്കട്ടെ ബിഗ് ബോസ്. എടി ഇന്ന് 7 മണിക്കല്ലേ ബിഗ് ബോസ്? 7 മണിക്കല്ലേ? അയ്യോ ഇത് എപ്പോഴാന്ന് അറിയത്തില്ലല്ലോ. അമ്മ വെച്ചുതരാം. നമുക്ക് തൽക്കാലത്തേക്ക് കന്യാദാനം സീരിയൽ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ചോർച്ച വയ്ക്കാം. ഓ ഞാനേ പഴമൊക്കെ അടുപ്പത്ത് വെച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇരുന്ന് ഭയങ്കര ബഹളാ. എന്തിനാ പറഞ്ഞേ? ഞാനിങ്ങനെയാണെങ്കിൽ ഒരു നല്ല വടി എടുത്ത് വെക്കേണ്ടി വരും. കുഞ്ഞു പൊട്ടിച്ചാൻ വേണ്ടിയിട്ട്. ആ എന്തിനാ കടഞ്ഞേ? ഒന്ന് പറഞ്ഞേ എന്തിനാ കടഞ്ഞേന്ന്? ബിഗ് ബോസ് തുടങ്ങിയില്ലേ? അയ്യോ ബിഗ് ബോസ് തുടങ്ങിയില്ലാന്ന്. അയ്യോ ബിഗ് ബോസ് തുടങ്ങിയില്ല. അതാണ് കാര്യം. ബിഗ് ബോസ് തുടങ്ങാത്താണ് ഇവിടെ കാര്യം. ആ ബിഗ് ബോസ് തുടങ്ങാതെ എന്താ ചെയ്യാൻ പറ്റൂല. ചെയ്യാൻ പറ്റും. അതിനോട്ടോ കൊച്ചു വരഞ്ഞത്. സീരിയലാന്നേ. ആ സീരിയല്. പറയുന്നുണ്ട് മരുന്ന് കുടിക്കണം. ആ മരുന്ന് കുടിക്കണം. മരുന്ന് കുടിച്ചേ പറ്റൂ. ആ ഉണ്ണിച്ചേട്ടൻ പോയിട്ട് വിഷമാണോ? വിഷമോ? ഈ ചിരി മതി കേട്ടോ. ഈ ചിരി മതിയേ. എന്ത് ടെൻഷനോ വിഷമമൊക്കെ ഉണ്ടെങ്കിലും ആദൂട്ടീനെ നിന്നെടുത്തൊരു 10 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. അന്നേരം ആ വിഷമമൊക്കെ എതിരെയോ പറന്നു പോകുന്ന പോലെ പോകും. അത്രയ്ക്ക് ഈ പറത്തി വിടാനുള്ള കഴിവുണ്ട് ഈ ചിരിക്ക്. അതൊരു വല്ലാത്ത ചിരിയായിപ്പോയി. ഓ ഞാൻ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുവാണ് തലേന്ന് തന്നെ വീഡിയോ എടുത്ത് വെക്കണം. ഒരു ദിവസം പോലും വീഡിയോ മുടക്കരുതെന്ന് വിചാരിക്കുവാണ് കേട്ടോ. ഷോർട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി ഇടുവേ. വീഡിയോ ആണ് പാട്. ബിഗ് ബോസ് തുടങ്ങിയില്ല. ബിഗ് ബോസ് കാരൻ വന്നേക്കുന്നു. 9:30 ബിഗ് ബോസ്. ആ ഒരു ബിഗ് ബോസ് കാരൻ. ബിഗ് ബോസ് കാരൻ. ഇനിയിപ്പോ ബിഗ് ബോസ് അഭിനയിക്കാൻ പോണ്ട വരുവോ? ആണോ? അനിയന്റെ ബിഗ് ബോസും ചേച്ചിയുടെ പഠിത്തവും. ബിഗ് ബോസ് ഇപ്പൊ അടുത്ത ബിഗ് ബോസിൽ ആദ്യം പറഞ്ഞു വിടണേ.
ആ ആ അതാ പറഞ്ഞത്. അടുത്ത ബിബോസിൽ ആദൂനെ പറഞ്ഞു വിടണ. ആ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ആദൂട്ടിക്ക് പഴം പുഴുകാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മെഡിസിൻ എല്ലാം കൊടുക്കണം കേട്ടോ. മെഡിസിൻ എല്ലാം കൊടുക്കണം. മാളൂസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മാളു പഠിച്ചു കഴിഞ്ഞാ? ഇല്ല, മാളൂസ് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം മാളൂസ് ഇനി പഠിച്ചിറങ്ങണം. ആ പഠിച്ചിറങ്ങണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മയും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ പറ. ആ